നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഉള്ളിവടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണ്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളം ഒത്തിരി കൂടി പോകരുത്, കാരണം ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. അപ്പം ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, ഒരുപാട് ഈ മാവ് ലൂസായി പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു ടൈറ്റായിട്ട് തന്നെ ഈ മാവ് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇത് എത്രമാത്രം നല്ല ചൂടായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. അപ്പം നല്ലതായിട്ട് ഇത് മാവ് പുളിക്കും. അപ്പോൾ തണുത്ത സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം നേരം വെക്കുക. ഞാനിത് ഏകദേശം ഒരു 5 മണിക്കൂറാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത്. കൂടുതൽ സമയം വെച്ചാൽ അത്ര സോഫ്റ്റായിട്ട് വട കിട്ടും. അപ്പോൾ ഇത് ഞാൻ 5 മണിക്കൂർ വെച്ചതാണ്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഇത്രയും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 3 മണിക്കൂർ മതി. ഇപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മാവ് ഒന്നും കൂടി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തേക്കുവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനായിട്ട് കൈ ആദ്യം നമ്മൾ വെള്ളം കൊണ്ടൊന്ന് നനയ്ക്കുക, ഇല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാനിത് ഒത്തിരി കട്ടിയിലും ഒത്തിരി വലുപ്പത്തിലും അല്ല എടുക്കുന്നത്. വിരലിൽ അല്പം വെള്ളവും കൂടെ മുക്കി നടുക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വലിപ്പത്തിലും എടുക്കരുത്, കാരണം പിന്നെ ഉള്ളു വേവാതെ വരും. നമ്മൾ കടയിലൊക്കെ പോലെ ഒരുപാട് എണ്ണയിലല്ലല്ലോ വറക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വലിപ്പത്തിൽ മതി. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇതിട്ട് കൊടുക്കാവൂ. ഇപ്പം ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് തിരിച്ച് ഓരോ സൈഡും ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പുറവശമെല്ലാം നല്ലോണം മുരിഞ്ഞ് കിട്ടും, പക്ഷെ ഉൾവശം വേഗത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു കളറിൽ കിട്ടും. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. കയ്യിൽ വെള്ളം തൊട്ടിട്ട് വേണം ഇത് എടുക്കാൻ, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് ഷേപ്പൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ മാവ് പുരട്ടുമ്പോൾ കയ്യിൽ നല്ലതുപോലെ വെള്ളം പുരട്ടിയിട്ട് അത് എടുക്കുക. മാവ് ലൂസാകാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കുവാണ്. അതുപോലെ തന്നെ ഇത് ഒത്തിരി എണ്ണയൊന്നും എടുക്കത്തില്ല. ഞാൻ ഒഴിച്ച ആ എണ്ണയിൽ നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുപോലെയുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അധിക സമയമൊന്നും വെക്കേണ്ട, ഒരു 2-3 മണിക്കൂർ മതിയാവും. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് അധികം സമയം വെക്കണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് എത്രയും നല്ലതായിട്ട് ഫെർമെൻ്റ് ആവുന്നോ അത്ര സോഫ്റ്റായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നല്ല ഈസി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.